സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. മാർച്ച് 11th ട്യൂസ്ഡേയുടെ എനർജി. താങ്ക് യു. Nine of Wands in the energy, 5 of Cups in the energy. നിങ്ങളുടെ കറേജ്, അതുപോലെ തന്നെ പരിശ്രമിക്കാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളെ ഇന്നത്തെ ദിവസം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, പേജ് ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ മജിഷ്യൻ്റെ എനർജി. ബാക്കിൽ 10 of Cupsൻ്റെ എനർജി. ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ലവ്, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹാപ്പി എനർജി. കുറച്ച് പേർക്ക് വിസ്ഡം, അറിവ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റിഗ്രറ്റ് ആയിരിക്കാം, അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഹീലിംഗ്, ആ ഒരു ഇമോഷണൽ എനർജിയിൽ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാനായിട്ട്, ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ് എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഇനി എന്താണ് എൻ്റെ ലൈഫിലുള്ളത്, അതിൽ കുറച്ച് പേര് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം. ആ ഒരു റിഗ്രറ്റ്, വിഷമം, ഗിൽട്ട് ഫീലിംഗ്, കുറ്റബോധം അതൊക്കെ മാറ്റി വെച്ചിട്ട് ലൈഫിൻ്റെ നല്ല വശം കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ ഇവിടെ ഫിനാൻഷ്യലിയും ഒത്തിരി നിങ്ങൾ പൊരുതി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അത് ഒത്തിരി സ്റ്റെബിലിറ്റി, ഒത്തിരി ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്കിത് പാർട്ട്ണർഷിപ്പിലാണ്. രണ്ടുപേരും ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രവൃത്തികൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഓർഡറിൽ ചെയ്യാനായിട്ട് സാധിച്ചു കഴിയുമ്പോൾ സ്റ്റേബിളായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻസ്, ഗിഫ്റ്റ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഒരു സ്റ്റേജ്, ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ കുറച്ചൊരു പ്രൊട്ടക്ഷൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു പ്രൊട്ടക്റ്റീവ് എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. കുറച്ചും കൂടെ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മണി കൈകാര്യം ചെയ്യുക. എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ പരിശ്രമിക്കേണ്ടത്, എവിടെയാണ് കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം കുറച്ചും കൂടെ ആലോചിച്ച് ചിന്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളെ ഒത്തിരി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ 2 എനർജിയാണ്. പറയേണ്ട കാര്യങ്ങൾ പറയണം, പക്ഷേ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പറയുക, അല്ലെങ്കിൽ ഒരു എംപവർമെൻറ്റ് നൽകുന്ന രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്, അപ്ലിഫ്റ്റ് ആണോ കൊണ്ടുവരുന്നത്, ആ ഒരു വ്യക്തിയുടെ എനർജി ഉയർത്താനായിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വിഷമം കുറച്ചും കൂടെ ഊതി കുറച്ചും കൂടെ പ്രശ്നമാക്കാനായിട്ടാണോ ശ്രമിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും മാനിപ്പുലേറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. ഇത് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളുടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് ആയിരിക്കാം. അപ്പോൾ അത് കെയർഫുൾ ആകുക. എന്താണ് പറയുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ഷെയർ ചെയ്യുന്നത്, കുറച്ചും കൂടെ ആലോചിച്ച് സത്യസന്ധമായിട്ടുള്ള എനർജീസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അവസരങ്ങൾ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ടും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അവസരം വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എനർജിയിൽ, ഇമോഷണൽ എനർജിയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, സത്യം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മാർച്ച് 11 ട്യൂസ്ഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻസ്പിറേഷൻ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ എംപവർ ചെയ്യാനായിട്ട്, നിങ്ങളെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആയിരിക്കാം. ക്വീൻ ഓഫ് സോഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസിൽ ഒത്തിരി ഫാമിലി സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാരൻസിൻ്റെ ആയിരിക്കാം, ഗ്രാൻഡ് കിഡ്സിൻ്റെ ആയിരിക്കാം, കുട്ടികളുടെ ആയിരിക്കാം. ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രഡീഷനായിട്ട് കണക്ട് ചെയ്തിട്ട്, പാരമ്പര്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആഘോഷങ്ങളുടെ എനർജി കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ലഭിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലും എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ചേഞ്ച് ആകുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ഷിഫ്റ്റ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഇവൻറ്റ്സ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒരു ആശ്വാസം, ഒരു ലിബറേഷൻ്റെ എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സപ്പോർട്ടായിരിക്കാം, ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറച്ച് പേർക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഡിവൈൻ ടൈം നടക്കുന്നുണ്ടാകാം, മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസും ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ എഗെയിൻ ഒത്തിരി ഹാപ്പി എനർജിയാണ്, ചിയർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ ന്യൂസ്, അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നതാണ്. കുറച്ച് പേര് പഠിക്കാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷ, ഈ ഒരു സെർച്ചിലും എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, വ്യക്തിനെ മനസ്സിലാക്കുക. ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട് എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്താണ്, അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു എനർജി കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുടെ ഡ്രീംസ്, വിഷസ് എന്തെങ്കിലും, ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നുണ്ടാകാം. ഇവിടെ എഗെയിൻ റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. നിങ്ങളെ എംപവർ ചെയ്യാനായിട്ട്, നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് നിങ്ങൾ മുന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്താണ് ചെയ്യേണ്ടത്, ഹീൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത്, അതിനെല്ലാം വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോർഡം, എന്തെങ്കിലുമൊക്കെ റുട്ടീനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഐഡിയ ഉണ്ടാകാം, ഒത്തിരി ഇൻ്റലക്ച്വൽ പവർ ഉണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എക്സ്പീരിയൻസ് കൊണ്ടിട്ട്. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള സ്പേസിൽ, കറക്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ, കമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, സെലിബ്രേഷനായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ചും കൂടെ എന്താ പറയുക, ആരെയും വിമർശിക്കാത്ത രീതിയിൽ ആ ഒരു ഹ്യൂമറസ് സൈഡ്, ആ ഒരു പോസിറ്റീവ് സൈഡിൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കാം. ഫ്രണ്ട്ഷിപ്പിൽ, കമ്മ്യൂണിറ്റിയിൽ എല്ലാം ഒത്തൊരുമയോടുകൂടി എന്താ പറയുക, എനർജി ഷെയർ ചെയ്യുന്നതും കുറച്ച് പേരെ ഇന്നത്തെ ദിവസം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്, വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് മിങ്കിളാകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാകാം. അതും കുറച്ചും കൂടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹ്യൂമർ ആയിട്ടുള്ള എനർജി, നല്ല നല്ല കോമഡി മൂവീസ്, കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നല്ല നല്ല മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യുക, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ അഡ്വൈസ് എന്ന് ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.